അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, നമ്മുടെ 8ാം ക്ലാസ്സിലെ പുതിയ കിതാബ് തസ്കിയത്തുൽ വിൽദാൻ, അതിലെ 1ാമത്തെ യൂണിറ്റ് അൽ വഹദത്തുൽ ഊല ഹബലും മിൻ മസദ്, ഈന്തപ്പന നാരിനാലുള്ള കയർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ബൈന യദൈ സൂറത്തിനെ കുറിച്ച്. തുസമ്മ ഹാദിഹി സൂറത്തു സൂറത്തുൽ മസദി വ സൂറത്ത് തബ്ബത്ത് വ സൂറത്ത് അബി ലഹബ്. ഈ സൂറത്തിന് സൂറത്തുൽ മസദ്, സൂറത്ത് തബ്ബത്ത്, സൂറത്ത് അബി ലഹബ് എന്നീ പേരുകളുണ്ട്. വ സബബു നുസൂലിഹ അന്നഹു ലമ്മ നസല ഖൗലുഹു തആല. ഈ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വാക്ക് ഇറങ്ങിയപ്പോൾ, അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നബിയെ തങ്ങൾ അടുത്ത കുടുംബക്കാർക്ക് താക്കീത് നൽകുക. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി പുറപ്പെട്ടു. ഹത്താ സ്വഈദ സ്വഫാ പർവ്വതത്തിൽ കയറി. വനാദാ ബുതൂന ഖുറൈശിൻ, ഖുറൈശി കുടുംബങ്ങളെ വിളിച്ചു. ഫലമ്മജ്തമഉ ഖാല, അവർ ഒരുമിച്ച് കൂടിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അറഅയ്തകും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ തഖ്റുജു ബി സഫഹി ഹാദൽ ജബൽ. ഈ മലക്ക് അപ്പുറത്തു നിന്ന്, താഴ്വാരത്തിൽ നിന്ന് ഒരു കുതിര സംഘം പുറപ്പെടുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അകുന്തും മുസദ്ദിഖിയ, നിങ്ങൾ എന്നെ സത്യമാക്കുമോ? ഖാലു, അവിടെ കൂടിയവർ പറഞ്ഞു, മാ ജറബ്ന അലൈക കദിബ, നീ ഞങ്ങളോടൊരു കളവും പറഞ്ഞിട്ടില്ല. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നി നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്, എന്നാൽ ഞാൻ ശക്തമായ ശിക്ഷയ്ക്ക് മുമ്പുള്ള ആമുഖമായിട്ടുള്ള താക്കീത് നൽകുന്ന ആളാണ്. ഫഖാല ലഹു അബൂ ലഹബ്, അപ്പോൾ അബൂ ലഹബ് പറഞ്ഞു, തബ് അമാ ജമഅതനാ ഇല്ലാ ലിഹാദ, തബ്ബല്ലക അമാ ജമഅതനാ ഇല്ലാ ലിഹാദ, നിനക്ക് നാശമുണ്ടാവട്ടെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ഫനസലത്ത് ഹാദിഹി സൂറത്തു, അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. തഫ്സീറു സൂറ, ഈ സൂറത്തിൻ്റെ വിശദീകരണം. തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്, ഖസിറ യദാ അബീ ലഹബിൻ വഖദ് തഹഖഖ ഖുസ്റാനുഹു, അബൂലഹബിൻ്റെ 2 കൈകൾ നശിച്ചു പോയിരിക്കുന്നു, ആ നാശം ഉറപ്പായിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് ലം യുഗ്നി അൻഹു മാ ജമഅഹു മിനൽ അംവാലി വമാ കസബഹു മിനൽ ഔലാദ്, അവൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തോ അവനുണ്ടാക്കിയ സന്താനങ്ങളോ അവന് ഉപകരിക്കുകയില്ല. സയസ്ലാ നാറൻ ദാത ലഹബ് സയദ്ഖുലു നാറ ജഹന്നമ മുസ്തഇലതൻ മുതവഖിദതൻ, കത്തിക്കപ്പെട്ട തിളങ്ങുന്ന പ്രകാശിക്കുന്ന നരകത്തിൽ, ജഹന്നമാകുന്ന നരകത്തിൽ അവൻ പ്രവേശിക്കും. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് വസൗജതുഹു ഉമ്മു ജമീൽ അല്ലതി തഹ്മിലു ഷൗക ലിതത്റഹഹു ഫീ ത്വരീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ, അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിൽ വിതറുവാനായി മുള്ള് ചുമന്നു കൊണ്ടുവരുന്നവളായിരുന്നു. ഫീ ജീദിഹാ ഹബലും മിൻ മസദ് ഫീ ഉനുഖിഹാ ഹബലും മിൻ ലീഫിൻ മഫ്തൂൽ, പിരിച്ച ഈത്തപ്പനനാരിൻ്റെ കയർ അവളുടെ പിരടിയിലുണ്ട്, കഴുത്തിലുണ്ട്. മഫാദ് സൂറ, ഈ സൂറത്തിൻ്റെ അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ. വഖഅ കുല്ലു മാ അഖ്ബറൽ ഖുർആൻ, ഖുർആൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സംഭവിച്ചു. മാത അബൂ ലഹബിൻ വംറഅതുഹു ഉമ്മു ജമീൽ വ ഇബ്നുഹു ഉതൈബത്തു അശ്ബഅ മിത, അബൂലഹബും ഭാര്യ ഉമ്മു ജമീലും മകൻ ഉതൈബയും വളരെ മോശമായി മരണപ്പെട്ടു. ഫലം യൻഫഉഹു മാലുഹു വലാ വലദുഹു, അദ്ദേഹത്തിന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിച്ചില്ല.
വദാലിക അന്ന അബാ ലഹബിൻ ഹലക ബഅദ വഖഅത്തി ബദ്രിൻ ബിസബ്ഇ ലയാലിൻ ബിമറദിൻ മുഅദിൻ മഖൂഫിൻ. അബൂ ലഹബ് ബദർ സംഭവത്തിന് 7 ദിവസം കഴിഞ്ഞ് പകർച്ചവ്യാധി രോഗം പിടിപെട്ട് മരണപ്പെട്ടുപോയി. ഫതറക്കഹു അഹ്ലുഹു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അദ്ദേഹത്തെ ഒഴിവാക്കി. ഹത്താ അന്തന, അങ്ങനെ ചീഞ്ഞു നാറി. ഫലമ്മ ഖാഫുൽ ആറ, രോഗം പകരുമെന്ന് പേടിച്ചപ്പോൾ അസ്നദൂഹു ഇലാ ജിദാരിൻ ബി അഅ്ലാ മക്ക, മക്കയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ചുമരിലേക്ക്, മതിലിലേക്ക് അദ്ദേഹത്തെ ചാരിയിരുത്തി. വഖദഫു അലൈഹിൽ ഹിജാറത ഹത്താ തവാറ, അദ്ദേഹം മറഞ്ഞു പോകുന്നത് വരെ കല്ല് അദ്ദേഹത്തിൻ്റെ മേൽ എറിഞ്ഞുകൊണ്ടിരുന്നു. വഅമ്മറതുഹു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫബൈനമാ ഹിയ മുസ്തരീഹത്തുൻ, അവൾ വിശ്രമിക്കുമ്പോൾ ജദബഹ മലക്കും മിൻ ഖൽഫിഹ, പിൻഭാഗത്തു നിന്ന് ഒരു മലക്ക് അവളെ പിടിച്ചു വലിച്ചു. ഫഅഹ്ലകഹ ഖനഖൻ ബിഹബ്ലിഹ, അവളുടെ കയറ് കഴുത്തിൽ കുടുങ്ങി അവൾ നശിച്ചുപോയി. വ ഇബ്നുഹു ഉതൈബത്തു, അദ്ദേഹത്തിൻ്റെ മകൻ ഉതൈബ ഇഫ്തറസഹുൽ അസദു ബിശ്ശാം, ഷാമിൽ വെച്ച് സിംഹം അവനെ പിടികൂടി. വ അമ്മ ബിനാഹു മുഅത്തിബുൻ വ ഉത്ബത്തു ഖദ് അസ്ലമ യൗമ ഫത്ഹി മക്ക, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ മുഅത്തിബും ഉത്ബയും ഫത്ഹ് മക്കയിൽ മക്ക വിജയ ദിവസം അവർ 2 പേരും മുസ്ലിമായി. ഇനി അതിൻ്റെ നഖറഉ നഫം, അതിൽ വായിച്ച് മനസ്സിലാക്കാനുള്ള വാക്കുകളുണ്ട്. ബൈന യദൈ സൂറത്ത് എന്ന് പറഞ്ഞാൽ ആമുഖമായിട്ട്, മുഫാദ് പറഞ്ഞാൽ ആശയം, അഷീറത്ത് പറഞ്ഞാൽ കുടുംബം, ജറബ പരിചയിച്ചു, കസബ സമ്പാദിച്ചു, ഷൗക്ക് മുള്ള്, സഫഹ് താഴ്ഭാഗം, ഖസിറ പരാജയപ്പെട്ടു, ലഹബ് തീജ്വാല, ഖൈല് കുതിര, മഫ്തൂല് പിരിച്ച, ലീഫ് നാറ്, ജീദ് കഴുത്ത്, അഷ്ബ വളരെ മോശമായ, സൈദ കയറി, മുഅദിൻ പകരുന്ന, തവാറ മൂടി മറഞ്ഞു, ഹനക കഴുത്തിൽ കുടുങ്ങി, ഇഫ്തറശ പിടിച്ചു, തൊറഹ ഇട്ടു, അന്തന ചീഞ്ഞു നാറി, ആറ ആക്ഷേപം. ഇനി അതിൻ്റെ ഖുറാസത്തു തദ്രീബ് നമുക്ക് നോക്കി വർക്കുകൾ ചെയ്യാം. അവിടെ കാണാം അൽ വഹദത്തുൽ ഊല, 1ാമത്തെ യൂണിറ്റ്, ഹബലും മിൻ മസദ്. നഖറ വായിച്ച് പഠിക്കുക. തബ്ബ യതുബ്ബു തബാബുൻ, കസബ യക്സിബു കസ്ബുൻ, സ്വൈദ യസ്അദു സുഊദുൻ, ഖസിറ യഖ്സറു ഖുസ്റാനുൻ, ഹമല യഹ്മിലു ഹംലുൻ, തൊറഹ യത്തുറഹു തൊറഹുൻ. ഇനി നക്തുബു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ ഇത് ബിസ്തിബിദാദി മാ തഹതഹു ഖത്തുൻ, ആ വരെയുള്ള അതിൻ്റെ താഴ്ഭാഗത്ത് വരെയുള്ളതിനെ മാറ്റി വേറെ എഴുതുക. 1 ഖാല അബൂ ലഹബിൻ തബ്ബല്ലക, അവിടെ എന്താ പറയുക? ഖാല അബൂ ഹഫ്സിൻ തബ്ബല്ലക, ഖാല അബൂ ജാബിരിൻ തബ്ബല്ലക. 2 മാത്തത്ത് ഉമ്മു ജമീൽ, മാത്തത്ത് ഉമ്മു മൈമൂന, മാത്തത്ത് ഉമ്മു ഖദീജ. ഇനി 3ാമത്തെ അസ്ലമ മുഅത്തിബു ഇബ്നു അബി ലഹബ്, അസ്ലമ ഖാലിദുൻ ഇബ്നു അബി ദുജാന. അതുപോലെ അസ്ലമ അഹ്മദു ഇബ്നു അബി ജാബിർ. ഇനി തഹ്മിലു ഇമ്രാത്തു അബി ലഹബിൻ അഷൗഖ, തഹ്മിലു ഇമ്രാത്തു അബി സൈദിൻ അഷൗഖ, തഹ്മിലു ഇമ്രാത്തു അബി മുഹമ്മദിൻ അഷൗഖ. 5 യദ്ഖുലു അബൂ ലഹബിൻ അന്നാർ, യദ്ഖുലു അബൂ ജാബിരിൻ അന്നാർ, യദ്ഖുലു അബൂ സഈദിൻ അന്നാർ. ഇനി നക്തുബുൽ മഅന, അർത്ഥം എഴുതുക. ലഹബ്, ലഹബ് എന്ന തീജ്വാല, ഹത്തബ് വിറക്, മസദ് നാര്, ഷൗക്ക് മുള്ള്, അഷ്ബ വളരെ മോശമായ, അഫ്ലഹ് വളരെ മോശമായ, മുഅദ് പകരുന്ന, ഖനഖ ഖനഖുൻ കഴുത്തിൽ കുരുങ്ങൽ. ഇനി നക്തശിഫുൽ ഇജാബാത്ത്, ഉത്തരം വ്യക്തമാക്കുക. 1 സൂറത്തുൽ മസദി സലാത്തു അസ്മാഇൻ മാഹിയ, സൂറത്തുൽ മസദിന് 3 പേരുകളുണ്ട്. ഏതെല്ലാം? സൂറത്തുൽ മസദ്, സൂറത്തു തബ്ബത്ത്, സൂറത്തു അബൂ ലഹബ്. മാ സബബ് നുസൂലി ഹാദിഹി സൂറ, ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണം എന്ത്? അള്ളാഹുവിൻ്റെ വാക്കായ അൻദിർ അശീറത്തുൽ അഖ്റബീൻ എന്ന വാക്ക് ഇറങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ മർബദത്തിൽ കയറി ഖുറൈശി കുടുംബങ്ങളെ വിളിച്ചു. അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ
അവർ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക്ക അമാ ജമഅതനി ലിഹാദ, നിനക്ക് നാശമുണ്ടാവട്ടെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. സുമ്മിയത്ത് ഇമ്രാത്തു അബൂലഹബിൻ അമ്മാലത്തുൽ അത്തബ് ലിമ, അമ്മാലത്തുൽ അത്തബ് എന്ന് അബൂലഹബിൻ്റെ ഭാര്യയ്ക്ക് പേര് വെക്കാൻ കാരണമെന്ത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ വിതറുവാൻ വേണ്ടി അവൾ മുള്ളുകൾ ചുമക്കുമായിരുന്നു. 4. മാത്ത അബൂലഹബിൻ അഷ്ബാ മീത്തത്തിൻ കൈഫ കാനത്ത് മീത്തത്തുഹു, അബൂലഹബിൻ്റെ മരണം വളരെ മോശമായിരുന്നു. മരണം എങ്ങനെയായിരുന്നു? ഉത്തരം, അബൂലഹബ് ബദർ യുദ്ധത്തിന് 7 ദിവസം കഴിഞ്ഞ് പകർച്ചവ്യാധി രോഗം പിടിപെട്ട് വീട്ടുകാരുപേക്ഷിച്ചു, ചീഞ്ഞു നാറി. പകരുമെന്ന് പേടിച്ച് അവർ അദ്ദേഹത്തെ മക്കയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ചുമരിലേക്ക് ചാരിയിരുത്തി മൂടുന്നത് വരെ കല്ല് അദ്ദേഹത്തിൻ്റെ മേൽ എറിഞ്ഞു. കൈഫ കാന ഹലാക്കു ഉമ്മു ജമീൽ, ഉമ്മു ജമീലിൻ്റെ നാശം എങ്ങനെയായിരുന്നു? അവൾ വിശ്രമിക്കുമ്പോൾ ഒരു മലക്ക് പിന്നിൽ നിന്ന് വലിക്കുകയും കയറ് കഴുത്തിൽ കുടുങ്ങി അവൾ നശിച്ചു പോവുകയും ചെയ്തു. ഇനി അൽ വാജിബുൽ മൻസിലി, വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളത്. നുഇദ്ദു ഫിഖറതൻ അൻ തബാബി അബീ ലഹബിൻ വംറാത്തു, അബൂലഹബിൻ്റെയും ഭാര്യയുടെയും നാശത്തിനെപ്പറ്റി ഒരു ഖണ്ഡിക എഴുതുക. ഇനി നക്തുബു ഹിവാറൻ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ഹിവാർ ഉണ്ടാക്കുക, സംഭാഷണം. അർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ സബാഹാ ഇജ്തമഅത് ഇലൈഹി ഖുറൈശ് അറഅയ്തും ഇൻ ഹദ്ദസ്തുക്കും അന്നൽ അദുവ മുസബ്ബിഹുക്കും ഔ മുമസ്സിക്കും അകുന്തും മുസദ്ദിഖിയ. ഖാലത്ത് ഖുറൈശുൻ നഅം മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖ. അർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. ഖാല അബൂ ലഹബ്, തബ്ബൻ ലക അമാ ജമഅതനാ ഇല്ലാ ലിഹാദാ. ഖാല തആല തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഇനി നഖറഉ നഫം, വായിക്കുക, മനസ്സിലാക്കുക. യാ സ്വബാഹാ ഹലുമ്മു ഇലയ്യ, ഓടി വരൂ എന്നാണ് അർത്ഥം. സ്വബഹൽ അദുവു എന്ന് പറഞ്ഞാൽ ഹജമ സ്വബാഹൻ, രാവിലെ ആക്രമിച്ചു. മസ്സ എന്ന് പറഞ്ഞാൽ ഹജമ മസാൻ, വൈകുന്നേരം ആക്രമിച്ചു. ജറബിന എന്ന് പറഞ്ഞാൽ മാ സമീഅനാ മിൻക ഇല്ലാ സിദ്ഖ, നിങ്ങളിൽ നിന്ന് സത്യം മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇനി കിതാബത്തിൽ ഇളാഫിയെ കാണാം. എന്തെങ്കിലും ഉസ്താദ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ അതിൽ എഴുതി കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.